അങ്ങനെ സരിൻ ആദ്യം കേരള DAG ആയിരുന്നു, അത് കഴിഞ്ഞിട്ട് കർണാടക ട്രാൻസ്ഫർ കിട്ടി, കർണാടക DAG അവിടെ വെച്ചിട്ടാണ് റിസൈൻ ചെയ്യുന്നത്. പിന്നെ പൊളിറ്റിക്സിലേക്ക് ഇറങ്ങുക എന്നുള്ളത് കുറച്ച് നേരത്തെ ആയിപ്പോയി. അതായത് ഒരു പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിവിൽ സർവൻ്റ് ആയിട്ട് ഒരു അറ്റ്ലീസ്റ്റ് ഒരു 10 years എങ്കിലും ഇരുന്നിട്ട്, അങ്ങനെയാണല്ലോ നോർമലി ഒന്ന് ഒരു ഇരുത്തം വന്ന് നമ്മളൊന്ന് സെറ്റിൽ ആയതിനു ശേഷം. പക്ഷേ സരിനെ സംബന്ധിച്ചിട്ട് കുറച്ച് തിടുക്കം കൂടുതലാണ്. അപ്പോൾ ഒരു 3 to 5 years ആയപ്പോൾ തന്നെ അതായത് നമ്മുടെ ആ ഒരു ഗോൾഡൻ ടൈം പോവുകയാണ്. അതായത് നമ്മുടെ ആ ഒരു യൂത്ത് എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഏറ്റവും പ്രൊഡക്റ്റീവായിട്ടുള്ള ഇയേഴ്സ് ഉണ്ടല്ലോ ആ സമയം. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ സമയം വേസ്റ്റ് ചെയ്യുകയാണോ എന്ന് എനിക്ക് തോന്നുകയാണ്. അതായത് ഞാൻ കുറച്ചുകൂടി നേരത്തെ പൊളിറ്റിക്സിൽ ഇറങ്ങിയാലാണ് നമുക്ക് കുറച്ചും കൂടി ടൈം നമുക്ക്, അപ്പോൾ ഒരു 40-45 വയസ്സിൽ ഇറങ്ങുമ്പോൾ അത് എന്തോ അപ്പം അങ്ങനെ ഒരു തോന്നലാണ്. അപ്പോൾ എനിക്കും തോന്നി അത് ശരിയാണ്. പിന്നെ ഞാൻ എല്ലായിടത്തും പറയുന്ന കാര്യമാണ്, ഈ ജോലി വിടുക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങൾ നാളെ റിസൈൻ ചെയ്തോ അങ്ങനെ പറഞ്ഞൊരു ഭാര്യയൊന്നും അല്ല ഞാൻ. അങ്ങനെ ഒരു ഭാര്യയും പറയില്ല. നമുക്ക് അപ്പോഴേക്കും മോളായി, ഞാൻ എൻ്റെ 2ാമത്തെ PG ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബാംഗ്ലൂരിൽ. മോൾക്ക് 10 മാസമുള്ള സമയത്താണ് ഞാൻ 2ാമത്തെ PGക്ക് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ഒരാളുടെ ഇൻകത്തിലാണ്